ക്ലിഫ് ഹൗസിനോട് ചേർന്ന് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയും ഷൂട്ടിങ്ങുമൊക്കെ പോലീസിൻ്റെ അനുമതിയോടെ വേണമായിരുന്നു. ഇന്നലെ മുതൽ അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങിയതാണ്. ഇന്ന് കമ്മീഷണർ ഓഫീസിൽ പോയി ഞാൻ ഒരു വീഡിയോ ജേർണലിസ്റ്റാണെന്നുള്ള ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച് അനുമതി വാങ്ങിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യാനായി വന്നത്. ഇതൊരു പ്രേത ബംഗ്ലാവിൻ്റെ കഥയാണ്. തിരുവനന്തപുരത്ത് നന്ദൻകോടിനടുത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117-118 നമ്പറിട്ട വീട് ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. രക്തക്കറ പുരണ്ട ഓർമ്മകളുമായി കത്തിക്കരിഞ്ഞ മനുഷ്യമാംസത്തിൻ്റെ ഗന്ധം പേറുന്ന വാതിലുകളും ജനലുകളും ചുവരുകളും ഒക്കെയുള്ള ഒരു വലിയ ബംഗ്ലാവ്. 2017 ഏപ്രിൽ 9 ആ ദാരുണമായ സംഭവം ഇവിടെ നടന്നത്. കുടുംബാംഗങ്ങളിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വയോധികയായ ഒരു വലിയമ്മയെയും മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരവിനോദത്തിന് സാക്ഷ്യം വഹിച്ച ജനങ്ങൾ പേടിച്ചു വിറച്ച ഞെട്ടിത്തരിച്ച ഒരു സംഭവം നടന്ന വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഉൾപ്പെടുന്ന വളരെ സുരക്ഷാ പ്രാധാന്യമായ ഒരു സ്ഥലമാണ്. ഞാൻ ബൈക്ക് സൗകര്യമായ ഒരു സ്ഥലത്ത് തണലത്ത് വച്ചിട്ട് നടക്കുകയാണ് ആ വീട് കാണുന്നതിനു വേണ്ടി. ശരിക്കും ഭയാനകമായ ഒരു നിശബ്ദത അവിടെ തളം കെട്ടിക്കിടക്കുന്നത് കാണാം. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ഗേറ്റ് ചങ്ങലയിട്ട് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ഒരു കാലത്ത് സെക്യൂരിറ്റി സംവിധാനങ്ങളും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തിയായ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സീനിയർ ഡോക്ടർ പത്മയുടെ വീടാണിത്. ധാരാളം ആൾക്കാർ ചികിത്സയ്ക്ക് വേണ്ടി ഉച്ചയ്ക്ക് ശേഷം വരുമായിരുന്ന ഒരു സ്ഥലമാണിത്. കോടീശ്വരന്മാരാണ്, മില്യനേഴ്സ്. അതിൽ കൊല്ലപ്പെട്ട പിതാവ് ഡോക്ടർ പത്മയുടെ ഭർത്താവ് 60 വയസ്സുകാരനായ ധനികൻ എ രാജാതങ്കം, അമ്മ ഡോക്ടർ 58 വയസ്സുകാരിയായ ജീൻ പത്മ, സഹോദരി 26 വയസ്സ് മാത്രം പ്രായമുള്ള കരോളിന, പിന്നെ 70 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു വലിയമ്മ. ഇത്രയും പേരെയാണ് പ്രതി കൊന്നത്. ശരിക്ക് ഉത്തരം കിട്ടാൻ പാട് തന്നെയാണ്. പ്രതിസ്ഥാനത്തുള്ള കേഡൽ ജെൻസൺ രാജ പറയുന്നതും സാഹചര്യ തെളിവുകളും മാത്രമാണുള്ളത്. വിചാരണ നടക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. ഈ വലിയ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് പോകാനുള്ള വഴിയും പരിസരവും ധാരാളം ചെടികളെ കൊണ്ട് കാടും പടർപ്പുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊലയ്ക്ക് പിന്നിൽ എന്തായിരുന്നു എന്ന വൻ ചർച്ച സമൂഹത്തിൽ ഒരിക്കൽ നടന്നിരുന്നു. അതിന് ആസ്ട്രൽ പ്രൊജക്ഷൻ, ബ്ലാക്ക് മാജിക്, ആൻറ്റി ക്രൈസ്റ്റ് ആക്ടിവിറ്റീസ്, സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആലങ്കാരികമായ മാനസിക വൈകല്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പദങ്ങളെ നാം പരിചയപ്പെട്ടതും ഇതിനു ശേഷമായിരുന്നു. എന്തായാലും പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും മുത്തശ്ശിയെയും കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രതി ചെയ്ത തെറ്റ്. തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത കുറ്റകൃത്യം നടന്ന ഒരു സ്ഥലത്തേക്ക് നാം അതിക്രമിച്ചു കയറാൻ പാടില്ല. മാത്രവുമല്ല, കണ്ടോൺമെൻറ്റ് ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് അനുമതി തേടുന്നത് നന്നായിരിക്കും. ഞാൻ പോലീസ് സ്റ്റേഷനിലും കമ്മീഷൻ ഓഫീസിലും പോയി വീഡിയോ ജേർണലിസ്റ്റാണെന്നുള്ള ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച് അനുമതി തേടിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യാനായി വന്നതും. 7.5 വർഷം മുമ്പ് നടന്ന ആ കൊലപാതകത്തിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നതിൽ എന്തു പ്രസക്തി എന്ന് ചോദിക്കുന്നവരോടായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൊലപാതകത്തിന് സമാനമായ ചില സൂചനകൾ അവശേഷിപ്പിക്കുന്നതാണ് വെള്ളറുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരരും കൊല. താഴെ സെറ്റിയിൽ ഉറങ്ങിക്കിടന്ന പിതാവിനെ വാക്കത്തിക്കിരയാക്കിയ മകൻ്റെ പ്രതികാരബുദ്ധി എന്ന് നാം പറയാറുള്ള അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് സമൂഹവും TV ചാനലുമൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോൾ
അവിടെ ഒരു ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ആ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എൻ്റെ മകന് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെയ്തത് അവൻ തന്നെയാണ്, എൻ്റെ മുമ്പിലിട്ടാണ് ചെയ്തത്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ വാക്കത്തിയിൽ ബ്ലഡ്, വീടാകെ രക്തത്തിൽ കുതിർന്ന് കിടക്കുന്നു, അച്ഛൻ മരിച്ചു കിടക്കുന്നു. ഇത് അമ്മ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതവൻ ചെയ്യുന്നത് എങ്ങനെ എന്നെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അവൻ്റെ റൂമിൽ അവശേഷിച്ച പല സൂചനകളും, ഡെവിൾ സ്റ്റിക്ക്, ധാരാളം മുടികൾ, അഴുക്കുകൾ, മാറാലകൾ. 7 വർഷമായ മുറിയിൽ കയറാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. ഇത് എന്തോ ബ്ലാക്ക് മാജിക്കാണ്, അല്ലെങ്കിൽ ഇതൊരു സാത്താൻ സേവയാണ് എന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി. ഇത് ബന്ധുക്കളുടെയും ഒരാവശ്യമായി മാറി. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇതിൻ്റെ സംഘങ്ങൾ എവിടെയോ ഉണ്ട്. ധനികരായ മക്കളെ കേന്ദ്രീകരിച്ച് അവരെ തട്ടിയെടുത്തുകൊണ്ട് സമ്പത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരു സംഘമുണ്ട് എന്ന് ആ ബന്ധുക്കൾ പറഞ്ഞു. അതിൽ നിന്നാണ് ഈ ഒരു കേസും കേഡൽ ജെൻസൺ രാജ നടത്തിയ കുടുംബാംഗങ്ങളുടെ കൊലപാതകവും വെള്ളറെ പ്രജൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന കൊലപാതകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ കണ്ണിയുണ്ട് എന്ന് സമൂഹത്തിൽ ഒരു ചർച്ചയുണ്ട്. അതുകൊണ്ടാണ് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ അവശേഷിപ്പുകളെ കാണാൻ അങ്ങനൊരു വീഡിയോ ജേർണൽ തയ്യാറാക്കാനും നമ്മൾ വന്നത്. ആ അന്വേഷണങ്ങളും ആ വിശ്വാസങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം നമുക്ക് ചില കാര്യങ്ങൾ കൂടി കണ്ടെത്താൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. അത് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളിൽ നിന്നാണ്. പുറത്ത് വലിയ സമ്പന്നത പ്രദർശിപ്പിക്കുന്ന ധനികരായ ആൾക്കാരുടെ വീടുകളിൽ ഉള്ളിൽ വലുതായി വളരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. മക്കൾക്ക് എവിടം വരെ പഠിക്കാനും എത്ര ദൂരം പോയി പഠിക്കാനും കഴിയുന്ന രീതിയിൽ സമ്പത്ത് വിനിയോഗിക്കാൻ തയ്യാറാകുന്ന പിതാവ് അവരിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് തിരിച്ചു വരുന്ന മക്കൾ ഒരുപക്ഷെ വിജയിക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളുടെ ചതിക്കുഴിയിൽപ്പെട്ട് അവരുടെ ഫീസ് മുടങ്ങുന്നത് വഴി സർട്ടിഫിക്കറ്റ് കിട്ടാതെയൊക്കെ സ്വന്തം ഭാവി അലങ്കോലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കുട്ടികളും, ഞാൻ പണം പാഴാക്കി എന്ന് വിശ്വസിക്കുന്ന പിതാവും അല്ലെങ്കിൽ മാതാപിതാക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അത് പല വീടുകളിലും വലിയ പ്രശ്നമായി മാറുന്നു എന്ന് ഈ കേസുകളെ, ഈ സംഭവങ്ങളെ വിശകലനം ചെയ്ത ധാരാളം ആൾക്കാർ പരാമർശിക്കുന്നു. അവർക്ക് പഠനത്തിനു വേണ്ടിയും അവരുടെ ജീവിതത്തിനു വേണ്ടിയും ആഹാരത്തിനു വേണ്ടിയും എത്രമാത്രം കാശ് മുടക്കാനും തയ്യാറായിട്ടുള്ള കുടുംബാംഗങ്ങൾ ഇവരുടെ പോക്കറ്റിലേക്ക് വയ്ക്കുന്ന പണത്തിന് ചില കണക്കുകൾ സൂക്ഷിക്കുകയും ഇവർ ദൂർത്തടിക്കുന്നുണ്ടോ എന്നും അവരുടെ സമ്പത്ത്, അവർ കരുതിക്കൂട്ടുന്ന സമ്പത്ത്, ഭാവിയിലേക്കുള്ള സമ്പത്ത്, ഒരുപക്ഷെ അത് മക്കൾക്ക് വേണ്ടി തന്നെയാണ്, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വ്യാകുലതയും കൊണ്ട് അവരുടെ ചില ആവശ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾക്ക് തിരികൊളുത്തപ്പെടുന്നു എന്ന് വേണം കാണാൻ. ഇത് കേഡൽ ജെൻസൺ രാജയുടെ കാര്യത്തിൽ വളരെ പ്രാകൃതമായ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു സൈക്കോപാത്ത്. ആ സൈക്കോപാത്തിലേക്ക് കേഡൽ ജെൻസൺ രാജ പോയതും ഈ വലിയ ക്രൈം ആസൂത്രണം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാൻ ആ വീട്ടിൽ ആരും തന്നെ അവശേഷിക്കുന്നില്ല. പക്ഷെ മറുവശത്ത് വെള്ളറുടെ അവിടെ ഒരു അമ്മ അവശേഷിക്കുന്നുണ്ട്. ആ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അമ്മ എല്ലാം പൂർണ്ണമായിട്ട് പറയുന്നില്ല, എങ്കിലും അമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, നിലനിന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന മാരകമായ ഒരു വിപത്താണ്. ഇത് മുൻ തലമുറയോട് പിൻതലമുറ കലഹിച്ച് യുദ്ധം പ്രഖ്യാപിക്കുക എന്നത് സമൂഹത്തിൽ കുടുംബബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ, കുടുംബബന്ധങ്ങളിൽ വരുന്ന വലിയ വിള്ളലുകളുടെ നേർക്കാഴ്ചയാണ്. അത് അപകടമാണോ? അങ്ങനെയാണെങ്കിൽ ആ അപകടത്തിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യപ്പെടണമെന്ന് ചിലർ പറയുന്നു. ശരിക്കും ഏത് രീതിയിലുള്ള ഒരു ബോധവൽക്കരണത്തിലൂടെയാണ് വിത്തുകൾ പാഴായി മരങ്ങൾ മണ്ടയടച്ച് പോകാതിരിക്കാൻ
സമൂഹവും മനസാക്ഷിയും ഏത് രീതിയിൽ പെരുമാറണം എന്നതിനെക്കുറിച്ച് ഇന്ന് അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ജേർണൽ ഈ രൂപത്തിൽ തയ്യാറാക്കണം എന്ന് വിചാരിച്ചത്. ഇതാരെയും വേദനിപ്പിക്കാനല്ല, ആരുടെയും പക്ഷം നിൽക്കാനുമല്ല. മക്കളുടെ പക്ഷമോ മാതാപിതാക്കളുടെ പക്ഷമോ നിൽക്കുന്നില്ല. സ്വതന്ത്ര പക്ഷത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. ആ ബംഗ്ലാവിൻ്റെ താഴെയാണ് ഈ കാഴ്ച നാം ഇപ്പോൾ കാണുന്നത്. ഇന്നിവിടെ ആൾത്തിരക്കില്ല. പണത്തിൻ്റെ സമ്പന്നതയുടെ ആർഭാടങ്ങളുടെ ഐശ്വര്യം ഇന്നിവിടെ കാണാനില്ല. ശോകമൂകമായ ഒരന്തരീക്ഷമാണ്. കൊലയാളിയുടെ കൊലവിളിയുടെ അലർച്ചയുടെ പ്രകമ്പനങ്ങൾ ഏറ്റുവാങ്ങിയ ചുവരുകളാണ്. അറിവും ബോധവും നന്ദിയുമുള്ള നല്ല മക്കളായി പുതിയ തലമുറ വളർന്നു വരണം എന്ന ആഗ്രഹത്തോടെ, അതുമാത്രം മോഹിച്ചുകൊണ്ടും അതുമാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹമസൃണമായ ബന്ധങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സാഫ്രോൺ മീഡിയ.